ഹായ്, എല്ലാവർക്കും സ്വാഗതം പാൾസ് ഡ്രീം ലാൻഡിലേക്ക്. അപ്പൊ നമ്മൾ ചെയ്യുന്നത് ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. ശിവദം ശിവനാമം എന്ന സോങ്ങിന്റെ ട്യൂട്ടോറിയലാണ് ഇന്നിവിടെ ചെയ്യുന്നത്. അപ്പൊ ഞാൻ അതിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന സ്റ്റെപ്സുകളുടെ ട്യൂട്ടോറിയലാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ആദ്യം വരുന്ന ഒരു ഹമ്മിങ് പോർഷൻ ആണ്. അപ്പൊ അതിന് നമ്മൾ ചെയ്യേണ്ടത് ആ ശിവ പോസിലൊന്ന് നിൽക്കുക. ഇങ്ങനെ വെച്ചാല് കൈകള് റൈറ്റ് ഹാൻഡ് ഇങ്ങനെ ചെയ്യുക. നന്നായിട്ട് ഈ ഒരു ഷോൾഡർ ലെവലിൽ തന്നെ പിടിക്കുക. മുട്ടൊന്നും മടങ്ങാതെ നല്ല നേരെ പിടിക്കുക. എന്നിട്ട് ലെഫ്റ്റ് ഹാൻഡ് ഇങ്ങനെ വെക്കുക. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെച്ചാൽ മതി താഴെ. എന്നിട്ട് നമ്മുടെ ലെഫ്റ്റ് കാൽ ഇങ്ങനെ ഉയർത്തിയിട്ട് ഇങ്ങനെ വെക്കുക. ഈ ഒരു പോസിൽ നിൽക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? നിന്നിട്ട് ഈ ഒരു റൈറ്റ് ഹാൻഡ് ഉണ്ടല്ലോ, റൈറ്റ് ഹാൻഡിൽ ഇങ്ങനെ പിടിക്കുക. ഈ ഒരു എന്താ പറയാ, ഡമറ് പിടിക്കില്ലേ, അതുപോലെ പിടിക്കുക. ഈ ഒരു 3 വിരലുകൾ ഇങ്ങനെ ചെയ്യാം. നമ്മുടെ നടുവിലത്തെ 2 വിരല് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് മടക്കി പിടിക്കുക. അതുപോലെ തന്നെ നമ്മുടെ തള്ളവിരലും ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് ഈ ചൂണ്ട് വിരലും നമ്മുടെ ചെറു വിരലും ഉയർത്തി പിടിക്കുക. ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് മുകളിലേക്ക് ഇങ്ങനെ പിടിക്കുക. നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് ഇങ്ങനെ തന്നെ ചെയ്താൽ മതി. അപ്പൊ നമ്മൾ ഇങ്ങനെ ഉയർത്തിയിട്ടല്ലേ ഉള്ളത്. നമ്മുടെ കാലിങ്ങനെ താഴ്ത്തി അരമണ്ഡലത്തിൽ ഇരിക്കുക. സ്പീഡിൽ വരുന്ന ഒരു മ്യൂസിക് പോർഷൻ ആണ് ഇനി വരുന്നത്. കുറച്ച് സ്പീഡിലാണ് അതിന്റെ താളം പോകുന്നത്. അപ്പൊ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ കൈകൾ ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് കാലുകൾ ഇങ്ങനെ അരമണ്ഡലത്തിൽ വെക്കുക. എന്നിട്ട് ആദ്യം റൈറ്റ് കാല് ചവിട്ടുക, പിന്നെ ലെഫ്റ്റ് കാല് ചവിട്ടുക. 1 2 ചെയ്യാം. 1 2 ചെയ്യാം. അതിനുശേഷം നമ്മുടെ റൈറ്റ് കാല് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഉയർത്തി വെക്കുക. നീട്ടി വെക്കണ്ട, ജസ്റ്റ് ഇവിടുന്ന് ഇങ്ങനെ ഉയർത്തുക. എന്നിട്ട് ലെഫ്റ്റ് കാല് ചവിട്ടുക, പിന്നെ റൈറ്റ് കാല് ചവിട്ടുക. ഇങ്ങനെയാണ് 1 2 3 4 5. 1 2 3 4 5. ഇതാണ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ കൈകള് ഇങ്ങനെ തന്നെ വെക്കാം. ജസ്റ്റ് ഒന്ന് ചെരിഞ്ഞു നിന്നിട്ട് 1 2 3 4 5. പിന്നെ വീണ്ടും 1 2 3 4 5 ഇങ്ങനെ ചെയ്യാം. അതിനുശേഷം നമ്മൾ കൈ ഒന്ന് ചേഞ്ച് ചെയ്യണം. ഇങ്ങനെ വെച്ചിട്ടല്ലേ ഉള്ളത്. അതിൽ നിന്ന് നമ്മളെ റൈറ്റ് ഹാൻഡ് നമ്മൾ ഇവിടെ നെഞ്ചിന് നേരെ കൊണ്ടുവരിക. ഈ 3 വിരലുണ്ടല്ലോ, ആദ്യത്തെ 3 വിരലുകൾ ഇങ്ങനെ പിടിക്കുക. ഈ 2 വിരലുകൾ ഉയർത്തി പിടിക്കുക. എന്നിട്ട് നെഞ്ചിന് നേരെ കൊണ്ടുവരിക. സെയിം രീതിയിൽ തന്നെ ലെഫ്റ്റ് ഹാൻഡ് പിടിക്കുക. എന്നിട്ട് അത് തലയുടെ മുകളിൽ ഇങ്ങനെ തിരിച്ചിട്ട് പിടിക്കുക, തലയുടെ മുകളിലായിട്ട്. എന്നിട്ട് നമ്മൾ അരമണ്ഡലത്തിൽ ഇരിക്കുക. എന്നിട്ട് 1 2 3 1 2 3 1 2 3 1 2 3 1 2 3 1 2 3 ഇങ്ങനെ ചെയ്യാം. ഇത് 3 തവണ ചെയ്യാം. കൈകള് സൈഡിലോട്ട് പോകുമ്പോൾ ഇങ്ങനെയാണ് പിടിക്കേണ്ടത്. അപ്പൊ ആദ്യത്തെ ആ ഒരു മ്യൂസിക് വളരെ സ്പീഡിലാണ് പോകുന്നത്. അപ്പൊ സ്പീഡിൽ ചെയ്യേണ്ട സ്റ്റെപ്സുകളാണ്. ഇനി അഥവാ നിങ്ങൾക്ക് അത്രയും സ്പീഡിൽ ആ ഒരു മ്യൂസിക്കിനനുസരിച്ച് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ആ ഭാഗം നമുക്ക് ഒഴിവാക്കാം. എന്നിട്ട് ശിവദം ശിവനാമം ആ ഒരു വരികൾ തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ ആയാലും മതി. അപ്പൊ നമുക്ക് ലൈൻസ് സ്റ്റാർട്ട് ചെയ്യാണ് ഇവിടെ. ശിവദം ശിവനാമം. അപ്പൊ നമ്മൾ നേരത്തെ നിന്നില്ലേ, അതുപോലെ തന്നെ നിൽക്കുക. ശിവദത്തിന് ഇങ്ങനെയാണ്. കൈകൾ ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ പിടിക്കുക. ശിവദം. പിന്നെ ശിവനാമം. എങ്ങനെ പിടിക്കേണ്ടത്? കാലുകളിൽ ചേഞ്ച് ഒന്നും വരുന്നില്ല, കൈകൾ മാത്രമാണ് മാറുന്നത്. അപ്പൊ നമ്മുടെ നേരത്തെ പിടിച്ചില്ലേ റൈറ്റ് ഹാൻഡിൽ, അതുപോലെ ഡമരു ഇങ്ങനെ നേരത്തെ പിടിച്ച പോലെ പിടിക്കുക. ലെഫ്റ്റ് ഹാൻഡിൽ നമ്മൾ കൈകൾ നന്നായിട്ട് വിടർത്തി പിടിക്കുക. ഇങ്ങനെ അളപത്മം പിടിക്കുക, നന്നായിട്ട് വിടർത്തിയിട്ട് പിടിക്കുക. എന്നിട്ട് 2 കൈയും ഒരുപാട് അങ്ങ് ഉയർത്തിയിട്ടൊന്നും പിടിക്കണ്ട, ജസ്റ്റ് നമ്മുടെ ഈ ഒരു ചെവിയുടെ രീതിയിൽ പിടിച്ചാൽ മതി. അപ്പോ ശിവദം ശിവനാമം. പിന്നെ ശ്രീ പാർവതീശ്വര നാമം. പാർവതീശ്വര എന്ന് കാണിക്കുമ്പോൾ നമ്മൾ കാലുകള് ഇവിടുന്ന് താഴേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് നമ്മുടെ ലെഫ്റ്റ് കാലിനോട് നമ്മുടെ റൈറ്റ് കാല് ചേർത്തിട്ട് ഇങ്ങനെ വിരലുകളിൽ കുത്തിയിട്ട് ഇങ്ങനെ ചേർത്ത് വെക്കാം. അതൊന്നുകിൽ ഈ സൈഡിലായിട്ട് വെക്കാം, അല്ല നമുക്ക് മുന്നിലായിട്ടും വെക്കാം. ജസ്റ്റ് നമ്മളൊന്നിങ്ങനെ ഇരുന്ന് കൊടുക്കണം. നിന്നിട്ട് ഇങ്ങനെ വെക്കരുത്, ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് നിന്നിട്ട് ആ കാലിലൊന്ന് ഇരുന്ന് കൊടുക്കണം. അരമണ്ഡലത്തിൽ ഇരിക്കുന്ന പോലെ ചെറുതായിട്ടൊന്ന് ഇരിക്കുക. അപ്പൊ നമ്മളെ കൈകള് നമ്മുടെ റൈറ്റ് കൈ ഇവിടെ നെഞ്ചിന്റെ നേരെ, നെഞ്ചിനെ കുറച്ച് താഴെയായിട്ട് പിടിച്ചാൽ മതി. ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ പൂട്ടി പിടിക്കാതെ കുറച്ചിങ്ങനെ നമ്മുടെ തള്ളവിരല് കുറച്ച് അകത്തിയിട്ട് ഇങ്ങനെ പിടിക്കുക. ഇവിടെ പിടിക്കുക. ലെഫ്റ്റ് ഹാൻഡിലും അതേപോലെ തന്നെ പിടിക്കുക, പക്ഷെ ഇങ്ങനെ
താഴോട്ട് പിടിക്കുക കൈ. എന്നിട്ട് ഇവിടെ ഇങ്ങനെ വയറിന്റെ സൈഡിലായിട്ട് വയ്ക്കുക. എന്നിട്ട് ഇങ്ങനെ ഇരിക്കുക. പാർവതീശ്വര നാമം ജസ്റ്റ് ഇങ്ങനെ ചെയ്യാം. നമ്മുടെ വായുടെ രണ്ട് സൈഡിലായിട്ട് പിടിച്ച് കൈകൾ രണ്ട് പിടിച്ചിട്ട് ഇങ്ങനെ ചെയ്യുക. ഇങ്ങനെ ജസ്റ്റ് കൈ ഒന്ന് വിടർത്തി കൊടുക്കുക. പിന്നെ വീണ്ടും സെയിം ലൈൻസ് സ്റ്റാർട്ട് ചെയ്യാണ്. ശിവദം, ശിവനാമം, ശ്രീ പാർവതീശ്വര നാമം. അതേ സ്റ്റെപ്പ് തന്നെയാണ് ആ ലൈൻസിനും കളിക്കേണ്ടത്. അപ്പൊ അതിനുശേഷം വരുന്നതാണ് ശുഭദം. നമ്മൾ ലാസ്റ്റ് ഈ ഒരു പോസിലല്ലേ നിന്നത്. അപ്പൊ അവിടെ നിന്ന് നമ്മൾ രണ്ട് കൈകളും ഇവിടെ ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് മുകളിലേക്ക് കൊണ്ടുപോവാം. ശുഭദം. നമ്മളിപ്പോ റൈറ്റ് ഹാൻഡിലേക്കാണ് നോക്കേണ്ടത്. അപ്പൊ മുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ അത് ഇങ്ങനെ പിടിക്കുക. രണ്ട് കൈയും വിടർത്തി പിടിക്കുക. ശുഭദം എന്ന് പറഞ്ഞ് താഴേക്ക് പോയിട്ട് മുകളിലേക്ക് കൊണ്ടുവരിക. അപ്പൊ നമ്മളത് ഇങ്ങനെ നിന്നിട്ടല്ല ചെയ്യേണ്ടത്, ജസ്റ്റ് കറങ്ങിയിട്ടാണ് ചെയ്യേണ്ടത്. നമ്മളെ കാല് ഇങ്ങനെ വെച്ചിട്ട് ലെഫ്റ്റ് കാല് മുമ്പിലും റൈറ്റ് കാല് ബാക്കിൽ വിരലുകളിൽ കുത്തിയിട്ടാണ് വെക്കേണ്ടത്. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കറങ്ങി കൊടുക്കണം. കാല് വെച്ച് ഇങ്ങനെ ഒന്ന് കറങ്ങിയിട്ട് നടക്കുക. അപ്പൊ കൈകളും അതിനനുസരിച്ച് ചെയ്യാം. ഇങ്ങനെ ചെയ്യാം. മുമ്പിൽ വരുമ്പോ ഇങ്ങനെ പിടിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ പിടിക്കാം. അപ്പൊ ശുഭദം കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് ശിവചരിതം. ശിവചരിതം എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെ നിന്നാൽ മതി. എന്നിട്ട് നമ്മുടെ ലെഫ്റ്റ് കൈ ഉണ്ടല്ലോ, ലെഫ്റ്റ് കൈ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് ആ ലെഫ്റ്റ് കൈയിലേക്ക് നോക്കുക. എന്നിട്ട് റൈറ്റ് കൈയിൽ ഇങ്ങനെ പിടിക്കുക. എല്ലാ വിരലുകളും ഇങ്ങനെ അടച്ചു പിടിക്കുക. എന്നിട്ട് ഇങ്ങനെ എഴുതും പോലെ കാണിക്കാം. ശിവചരിതം ഇങ്ങനെ കാണിക്കുക. ജസ്റ്റ് നമ്മളിങ്ങനെ കേൾക്കുന്നത് പോലെ. അതായത് ഈ രണ്ട് വിരലും ഇങ്ങനെ പിടിക്കുക, അടച്ചു പിടിക്കുക. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ എടുത്ത് ചെവിയുടെ അടുത്തേക്ക് കൊണ്ടുവരിക. അപ്പൊ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് നമ്മൾ ഇങ്ങനെ വെച്ചാൽ മതി. കാലുകളും അതുപോലെ തന്നെ വെച്ചാൽ മതി. എന്നിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് കണ്ണുകൾ അടച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ അനങ്ങി കൊടുക്കുക. അപ്പൊ അതിനുശേഷം വരുന്നത് പാപഹരം ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ അതിൽ നമ്മൾ ചെയ്യേണ്ടത് രണ്ട് കൈകളും ഇങ്ങനെ നെറ്റിയുടെ മുകളിലായിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ക്രോസ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് ജസ്റ്റ് രണ്ട് സൈഡിലേക്കും ഇങ്ങനെ ചെയ്യാം. പാപ. അപ്പൊ നമ്മള് കാലുകള് അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. പാപഹരം. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? റൈറ്റ് കാല് സൈഡിലേക്ക് എടുത്ത് വെക്കുക. ലെഫ്റ്റ് കാലെടുത്ത് അതിന്റെ ബാക്കിൽ വിരൽ കുത്തിയിട്ട് വെക്കുക. എന്നിട്ട് രണ്ട് കൈയും ഇങ്ങനെ ചെയ്യാം. ജസ്റ്റ് ഇങ്ങനെ ചെയ്യാം. റൈറ്റ് കൈ മുമ്പിലായിട്ടും ലെഫ്റ്റ് കൈ ബാക്കിലായിട്ടും പിടിക്കാം. പാപഹരം. പിന്നെ നന്ദി മൃദംഗ വിനാദ തരംഗിത. എന്താണ് നന്ദി മൃദംഗ എന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെയുള്ള കാലിനെ എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരിക. ഇങ്ങനെ അരമണ്ഡലത്തിൽ ഇരിക്കുക. എന്നിട്ട് ലെഫ്റ്റ് കൈയിൽ ഇങ്ങനെ പിടിക്കുക. ഈ മൂന്ന് വിരൽ ഇങ്ങനെ മടക്കി പിടിക്കുക. ഈ രണ്ട് വിരൽ ഇങ്ങനെ ഉയർത്തി പിടിക്കുക. എന്നിട്ട് ഇവിടെ ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് നമ്മുടെ റൈറ്റ് കൈയിൽ ഇങ്ങനെ പിടിക്കുക. ഈ തള്ള വിരൽ മാത്രം ഉയർത്തി പിടിക്കുക. എന്നിട്ട് ഈ ലെഫ്റ്റ് കൈയുടെ മുകളിലായിട്ട് ഇങ്ങനെ വെക്കുക. നന്ദി. പിന്നെ മൃദംഗ. ആദ്യം മൃദംഗം കൊട്ടുന്നത് പോലെ കാണിക്കുക. ആദ്യം നമ്മുടെ റൈറ്റ് കൈ ഇങ്ങനെ ചെയ്യുക, പിന്നെ ലെഫ്റ്റ് കൈ ചെയ്യുക. നന്ദി മൃദംഗ വിനാദ തരംഗിത കൈലാസേശ്വര നാമം. കൈലാസേശ്വര എന്ന് പറയുമ്പോൾ നമ്മള് ഈ രണ്ട് കൈയും ഇവിടുന്ന് കൊണ്ടുവന്ന് മുകളിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ക്രോസ് ചെയ്ത് അളപത്മത്തില് പിടിക്കാം. ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് ഇങ്ങനെ കൈകൾ വിടർത്തിയിട്ട് പിടിക്കാം. തലയുടെ മുകളിലായിട്ട് പിടിക്കാം. അപ്പൊ നമ്മുടെ കാല്, നമ്മുടെ റൈറ്റ് കാലെടുത്ത് ലെഫ്റ്റ് കാലിന്റെ ബാക്കിലായിട്ട് വിരലുകളിൽ കുത്തിയിട്ട് വെക്കാം. കൈലാസേശ്വര നാമം. നാമം എന്ന് പറയുമ്പോൾ ജസ്റ്റ് അവിടുന്ന് ഇങ്ങനെ കാണിക്കാം. മുകളിലേക്ക് ഇങ്ങനെ ഉയർത്തി കാണിക്കുക. അപ്പോഴും കൈ ഇങ്ങനെ തന്നെ പിടിച്ചാൽ മതി. അളപത്മത്തിൽ തന്നെ പിടിച്ചാൽ മതി. ഇങ്ങനെ ഒന്ന് ഉയർത്തിയിട്ട് കാണിക്കുക. പിന്നെ വീണ്ടും ആ ലൈൻ സ്റ്റാർട്ട് ചെയ്യാണ്. ശിവദം, ശിവനാമം. ആ ഒരു ലൈൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ ആദ്യം ഞാൻ കാല് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. കാല് എന്ന് പറഞ്ഞാൽ നമ്മളൊരു എൽ ഷേപ്പിൽ നിൽക്കണം. അതായത് അരമണ്ഡലത്തിൽ തന്നെ അരമണ്ഡലത്തിൽ ഇങ്ങനെ ഇരിക്കുക. എന്നിട്ട് റൈറ്റ് കാൽ നമ്മൾ കുറച്ചിങ്ങനെ സൈഡിലേക്ക് ആയിട്ട് വെക്കുക. അതായത് ഒരു ജസ്റ്റ് ചെറിയൊരു എൽ ഷേപ്പിലായിട്ട് ഇങ്ങനെ വെക്കുക. നമ്മൾ ചെറുതായിട്ടൊന്ന് ചെരിഞ്ഞ് നിൽക്കും പോലെ നിൽക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം റൈറ്റ് കാല് ചവിട്ടുക. പിന്നെ റൈറ്റ് കാല് ഇങ്ങനെ ഉയർത്താം. വിരലുകളില്
കുത്തിയിട്ട് ഇങ്ങനെ ഉയർത്തുക. അതായത് മടമ്പ് മാത്രം ഒന്ന് ഉയർത്തുക, എന്നിട്ട് താഴെ വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മുടെ ലെഫ്റ്റ് കാല് ഉയർത്തുക. ലെഫ്റ്റ് കാല് ഉയർത്തിയിട്ട് ഇങ്ങനെ ചവിട്ടുക. അതായത് മുഴുവനായിട്ടും ചവിട്ടാതെ ലെഫ്റ്റ് കാല് ഉയർത്തിയിട്ട് വിരലുകളിൽ ചവിട്ടുക, എന്നിട്ട് താഴ്ത്തി വെക്കുക. എങ്ങനെയാണ്? 1 2 3 4. 1 2 3 4. അങ്ങനെ ചെയ്യാം. അത് നിങ്ങൾ ആദ്യം കാലുകൾ മാത്രം ഒന്ന് പ്രാക്ടീസ് ചെയ്യണം. അതിനുശേഷം നമുക്ക് കൈകൾ ചെയ്താൽ മതി. അല്ലെങ്കിൽ കൈകളും കാലുകളും ഒരുമിച്ച് ചെയ്യാൻ നോക്കി ചിലപ്പോൾ പറ്റില്ല. അപ്പൊ നമ്മൾ ആദ്യം കാലുകൾ മാത്രം ചെറുതായി ചെറുതായി പ്രാക്ടീസ് ചെയ്ത് സ്പീഡ് കൂട്ടിക്കൊണ്ടുവരിക. എന്നിട്ട് നമ്മൾ കൈകൾ കൂടി ചേർത്തിട്ട് ചെയ്യാം. കൈകൾ കൂടി ചേർത്തിട്ട് ചെയ്യുമ്പോഴും ആദ്യം തന്നെ സോങ് വെച്ചിട്ട് കളിക്കാൻ ശ്രമിക്കരുത്. ആദ്യം തന്നെ നമ്മൾ ചെറുതായിട്ട് നമ്മൾ തന്നെ ഒന്ന് പാടി നോക്കി ചെറിയ ചെറിയ രീതിയിൽ പാടി നോക്കിയിട്ട് കളിക്കുക. അല്ലെങ്കിൽ ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ കൈകൾ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പൊ കാലുകൾ നമ്മൾ ഇങ്ങനെ ചെയ്താൽ മതി. അപ്പൊ കൈകൾ നമ്മൾ ആദ്യം ശിവദം, നേരത്തെ കാണിച്ച അതുപോലെ തന്നെ കൈകൾ വെക്കുക. ഈ കൈ ഇവിടെ വെക്കുക, കാലുകൾ ഉയർത്താണ്ടാന്ന് മാത്രമേ ഉള്ളൂ. ശിവദം, ശിവനാമം. ശിവനാമം എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ലെഫ്റ്റ് ഹാൻഡ് ഇവിടെ നെഞ്ചിന് നേരെയായിട്ട് പിടിക്കുക. എന്നിട്ട് ലെഫ്റ്റ് ഹാൻഡിൽ ഇങ്ങനെ പിടിച്ചിട്ട് അതിന് മുകളിലായിട്ട് വെക്കുക. ശിവനാമം. പിന്നെ ശ്രീ പാർവതീശ്വര, നേരത്തെ കാണിച്ച പോലെ തന്നെ ശ്രീ പാർവതീശ്വര നാമം. പിന്നെ വീണ്ടും ശിവദം, ശിവനാമം, ശ്രീ പാർവതീശ്വര നാമം. സ്റ്റെപ്പ് നേരത്തെ കളിച്ച പോലെ തന്നെയാണ്. ആ ഒരു നാമം, ഈ ഒരു സ്റ്റെപ്പിന് മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. അപ്പൊ കാലുകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, കാണിച്ചു തരാം. ശിവദം, ശിവനാമം, ശ്രീ പാർവതീശ്വര നാമം. ശിവദം, ശിവനാമം, ശ്രീ പാർവതീശ്വര നാമം. അപ്പൊ അതിനുശേഷം വരുന്നത് കുറച്ച് മ്യൂസിക് പോർഷൻസ് ആണ്. കുറച്ച് ലെങ്ത് ആയിട്ട് മ്യൂസിക് പോർഷൻസ് വരുന്നുണ്ട്. അപ്പൊ അതെങ്ങനെയാന്ന് നോക്കാം. അപ്പൊ അത് ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കാലുകൾ കുറച്ച് അകത്തിയിട്ട് നിൽക്കുക. എന്നിട്ട് കൈകൾ ആദ്യം ലെഫ്റ്റ് സൈഡിലേക്ക് പോവാ, പിന്നെ റൈറ്റ് സൈഡിലേക്ക് പോവാ. ഇങ്ങനെ 1 2 3 4 ഇങ്ങനെ 4 തവണ ചെയ്യാം. നമ്മുടെ കൈ പോകുന്നതനുസരിച്ച് ബോഡി കൂടി ആ ഒരു സൈഡിലോട്ട് കൊണ്ടുപോവാം. അതിനുശേഷം വരുന്നത് നമ്മൾ 2 പേരായിട്ടാണ് ചെയ്തത്. അതുകൊണ്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ കുറച്ച് സൈഡ് ചെരിഞ്ഞ് നിന്നിട്ടാണ് ചെയ്യുന്നത്. ഞാൻ ആ സൈഡിലോട്ട്, എന്റെ മോള് ഈ സൈഡിലോട്ടും, അങ്ങനെ ആ ഒരു രീതിയിലാണ് ചെയ്തത്. അപ്പൊ നിങ്ങൾ സിമ്പിൾ ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഇങ്ങനെ തന്നെ നിന്ന് ചെയ്താൽ മതി. സൈഡൊന്നും ചെരിയേണ്ട കാര്യമില്ല. 2 പേരായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ ആ വീഡിയോയിൽ ചെയ്ത പോലെ ചെയ്യാം. ഓക്കെ, നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് ഈ ഒരു രീതിയിൽ വെക്കുക. എന്നിട്ട് റൈറ്റ് കൈ ലെഫ്റ്റ് ഹാൻഡിന്റെ ഇവിടെ നിന്ന് എടുത്ത് ഈ സൈഡിൽ നിന്ന് എടുത്ത് മുകളിലേക്ക് കൊണ്ടുപോയി ഈ ഒരു സൈഡിലേക്ക് വരിക. അതുപോലെ തന്നെ ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് കൈയുടെ സൈഡിൽ നിന്ന് എടുത്ത് മുകളിലേക്ക് കൊണ്ടുപോയി ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക. അപ്പൊ നമ്മൾ ജസ്റ്റ് ആ സൈഡിലോട്ടും ഈ സൈഡിലോട്ടും ഒന്ന് ഓരോ സ്റ്റെപ്പ് വെച്ച് കൊടുക്കുക. അതായത് ആദ്യം 1 2. അപ്പൊ നമ്മൾ റൈറ്റ് കാല് റൈറ്റ് സൈഡിലേക്ക് ഇട്ട് വെച്ചു, ലെഫ്റ്റ് കാല് വിരലുകൾ ചേർത്തിട്ട് ഇങ്ങനെ കുത്തി വെച്ചു. പിന്നെ അതിനുശേഷം നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് ചെയ്യാം. 1 2. അപ്പൊ കാലുകൾ അതുപോലെ തന്നെ ലെഫ്റ്റ് കാലിനോട് റൈറ്റ് കാല് ചേർത്ത് ഇങ്ങനെ കുത്തിവെക്കാം. അതിനുശേഷം വരുന്നതാണ്, അതും നമ്മൾ സൈഡ് ചെരിഞ്ഞ് നിന്നിട്ട് തന്നെ ചെയ്ത സ്റ്റെപ്പാണ്. നിങ്ങളത് സിംഗിൾ ആയിട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെ ചെയ്താൽ മതി. അപ്പൊ നമ്മൾ ഇങ്ങനെയല്ലേ ഉണ്ടാവുക. അപ്പൊ അവിടുന്ന് നമ്മൾ ലെഫ്റ്റ് കൈ ഇങ്ങനെ തന്നെ വെക്കുക. എന്നിട്ട് റൈറ്റ് കൈയില് ഇങ്ങനെ പിടിക്കുക, നെഞ്ചിന് നേരെ പിടിക്കുക. എന്നിട്ട് 1 2. അതായത് റൈറ്റ് കൈ റൈറ്റ് സൈഡിലോട്ട് നീട്ടുമ്പോൾ ഇങ്ങനെ അളപത്മത്തിൽ ഇങ്ങനെ വിടർത്തി പിടിക്കുക. റൈറ്റ് കാലും റൈറ്റ് കൈയും ഒരുമിച്ച് സൈഡിലോട്ട് ഇങ്ങനെ നീട്ടുക. അങ്ങനെ 1 2 ചെയ്തതിന് ശേഷം റൈറ്റ് സൈഡിലേക്ക് തന്നെ ഇങ്ങനെ ചെയ്യാം. എങ്ങനെയാണ്? ഇവിടുന്ന് കൈ റൈറ്റ് കൈ എടുത്ത് മുകളില് ഇങ്ങനെ പിടിക്കുക, കാണുന്നില്ല, മുകളില് ഇങ്ങനെ വെക്കുക, റൈറ്റ് കൈ ഇങ്ങനെ വെക്കുക. അതിനുശേഷം റൈറ്റ് കൈ താഴെ വെക്കുക, ലെഫ്റ്റ് കൈ നെഞ്ചിന് നേരെ കൊണ്ടുവരിക. സെയിം സ്റ്റെപ്പ് ലെഫ്റ്റ് സൈഡിലോട്ടും ചെയ്യുക. 1 2. പിന്നെ ലെഫ്റ്റ് സൈഡിലും അതുപോലെ ചെയ്യാം. ഇങ്ങനെ ചെയ്യാം. അതിനുശേഷം വരുന്ന സ്റ്റെപ്പാണ്, നിങ്ങൾ 2 പേരായിട്ടാണ് കളിക്കുന്നതെങ്കിൽ
ജസ്റ്റ് ചെരിഞ്ഞ് എടുക്കുന്നു, നേരെ വന്നിട്ട് ഇങ്ങനെ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലോട്ടും ചെയ്യാം. എങ്ങനെയാണ്? കൈകൾ ജസ്റ്റ് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്യുക. കാലുകള് ലെഫ്റ്റ് കാല് മുമ്പിലും റൈറ്റ് കാല് ബാക്കിലായിട്ട് വെച്ചിട്ട് ജസ്റ്റ് ആദ്യം റൈറ്റ് സൈഡിലോട്ട് നടക്കുക, പിന്നെ ലെഫ്റ്റ് സൈഡിലോട്ട് നടക്കുക. അപ്പൊ എങ്ങനെയാണ്? ഇങ്ങനെ ചെയ്യാം. അപ്പൊ അതിനുശേഷം ഒരു സ്റ്റെപ്പ് നമ്മള് മുന്നിലോട്ട് ഒരു 4 സ്റ്റെപ്പ് മുമ്പിലോട്ട് നടക്കാം. രണ്ട് കൈയും ഇങ്ങനെ നെഞ്ചു നേരെ പിടിക്കുക. എന്നിട്ട് ആദ്യം റൈറ്റ് കൈ മുമ്പിലോട്ട് നീട്ടുക, പിന്നെ ലെഫ്റ്റ് കൈ മുമ്പിലോട്ട് നീട്ടുമ്പോൾ ഇങ്ങനെ പിടിക്കാം, പിന്നെ റൈറ്റ് കൈ, പിന്നെ ലെഫ്റ്റ് കൈ. ഇങ്ങനെയാണ് നീട്ടേണ്ടത്. അപ്പൊ നമ്മൾ റൈറ്റ് കൈ മുമ്പിലോട്ട് നീട്ടുമ്പോൾ ലെഫ്റ്റ് കാലാണ് മുമ്പിൽ വെക്കേണ്ടത്. 1 ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. പിന്നെ ലെഫ്റ്റ് കൈ മുമ്പിലോട്ട് നീട്ടുമ്പോൾ റൈറ്റ് കൈ തിരിച്ച് ഇവിടെ കൊണ്ടുവരിക. 2 3 4. റൈറ്റ് കൈ മുമ്പിൽ വരുമ്പോൾ ലെഫ്റ്റ് കാല് മുമ്പിൽ വയ്ക്കുക, ലെഫ്റ്റ് കൈ മുമ്പിൽ വയ്ക്കുമ്പോൾ റൈറ്റ് കാല് മുമ്പിൽ വയ്ക്കുക. അതിനുശേഷം ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ അരമണ്ഡലത്തിൽ ഇരിക്കുക. റൈറ്റ് ഹാൻഡിൽ ഇങ്ങനെ പിടിക്കുക, ലെഫ്റ്റ് ഹാൻഡ് സെയിം മുദ്ര പിടിക്കുന്നുണ്ട് പിടിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ പിടിച്ചാലും മതി. ഇങ്ങനെ പിടിച്ചാലും മതി, അത് നിങ്ങളുടെ ഇഷ്ടത്തിന് പിടിക്കാം. ഇങ്ങനെ പിടിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ പിടിക്കാം. എന്നിട്ട് ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ വയ്ക്കാം. എന്നിട്ട് നമ്മള് 1 2 1 2 1 2 1 2 ഇങ്ങനെ ചെയ്യാം. അതുപോലെ തന്നെ ലെഫ്റ്റ് കൈ കൊണ്ട് ചെയ്യാം. 1 2 1 2 1 2 1 2 ഇങ്ങനെ ചെയ്യാം. എങ്ങനെയാണ്? കാലുകള് രണ്ടും ഇങ്ങനെ ഉയർത്തുക, താഴ്ത്തുക. അതായത് വിരലുകളിൽ കുത്തിയിട്ട് ഉയർത്തുക, താഴ്ത്തുക, ഉയർത്തുക, താഴ്ത്തുക. അത് സ്പീഡിലാണ് ചെയ്യേണ്ടത്. ഞാനിപ്പോ കുറച്ച് മെല്ലെ കാണിച്ചതാണ്. അപ്പൊ നമ്മൾ അത് ചെയ്യുമ്പോഴുണ്ടല്ലോ, നമ്മുടെ റൈറ്റ് കൈ താഴെ പോകുമ്പോ തന്നെ 1 2 നമ്മൾ ചെയ്യണം. പിന്നെ ഇനി ഇവിടെ കൊണ്ടുവരുമ്പോൾ വീണ്ടും 1 2. ഓക്കെ? അല്ലാതെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവരുമ്പോഴല്ല ഇങ്ങനെ ചെയ്യേണ്ടത്. 1 2 1 2 ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ 1 2 1 2. അതിനുശേഷം വരുന്ന സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല് നമ്മൾ അരമണ്ഡലത്തിൽ ഇരിക്കുക. എന്നിട്ട് രണ്ട് കൈയും നെഞ്ചിന് നേരെയായിട്ട് പിടിക്കുക. നമ്മുടെ റൈറ്റ് കൈ മുകളിലേക്ക് ഉയർത്താം. മുകളിലേക്ക് ഉയർത്തുമ്പോൾ ഇങ്ങനെ അളപത്മത്തിൽ പിടിക്കുക, മുകളിലേക്ക് ഉയർത്തുക, പിന്നെ സൈഡിലോട്ട് കൊണ്ടുപോവുക, പിന്നെ വീണ്ടും മുകളിലേക്ക് ഉയർത്തുക, പിന്നെ തിരിച്ചിവിടെ കൊണ്ടുവരിക. അപ്പൊ കാലുകൾ ചെയ്യേണ്ടത് റൈറ്റ് കാല് റൈറ്റ് സൈഡിലേക്ക് എടുത്ത് വെക്കുക, ലെഫ്റ്റ് കാല് അതിന്റെ ബാക്കിലായിട്ട് വിരലിൽ കുത്തി വെക്കുക, പിന്നെ ലെഫ്റ്റ് കാല് ഇങ്ങനെ വെക്കുക, റൈറ്റ് കാല് അതിനോട് ചേർത്ത് വെക്കുക. അങ്ങനെ അരമണ്ഡലത്തിൽ ഇരിക്കുക. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെയാണ് 1 2 3 4 1 2 3 4 ഇങ്ങനെ വരും. അതിനുശേഷം വരുന്ന സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൈകൾ ഇങ്ങനെ പിടിച്ച് നെഞ്ചിന് നേരെ പിടിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിലും അതേ രീതിയിൽ പിടിച്ച് തലയുടെ മുകളിലായിട്ട് ഇങ്ങനെ തിരിച്ചു പിടിക്കുക. എന്നിട്ട് ജസ്റ്റ് 1 2 3 4 ഇങ്ങനെ ഒന്ന് നടക്കുക. ഇങ്ങനെയാണ് കാലുകൾ. 1 2 3 4 ജസ്റ്റ് ഇങ്ങനെ നടക്കുക. അപ്പൊ കൈകൾ ഒന്ന് സൈഡിലോട്ട് നീട്ടുക, പിന്നെ തിരികെ കൊണ്ടുവരിക, സൈഡിലോട്ട് നീട്ടുക, തിരികെ കൊണ്ടുവരിക. നമ്മൾ നടക്കുന്നതിനനുസരിച്ച് ചെയ്യാം. ഇങ്ങനെയാണ് 1 2 3 4. അപ്പൊ അതിനുശേഷം സ്റ്റെപ്പ് നമ്മൾ ഇങ്ങനെ അരമണ്ഡലത്തിൽ ഇരിക്കുക. എന്നിട്ട് നമ്മുടെ രണ്ട് കൈയും ഇവിടെ നെഞ്ചിന് നേരെ പിടിക്കുക. എന്നിട്ട് നമ്മുടെ റൈറ്റ് കാല് മുമ്പിലേക്ക് ഇങ്ങനെ നീട്ടുക. മുമ്പിലേക്ക് നീട്ടുമ്പോൾ ഇങ്ങനെ മടമ്പില് കുത്തിയിട്ട് വെക്കണം. നേരെ മുമ്പിലേക്ക് നീട്ടുക. പിന്നെ ലെഫ്റ്റ് കാല് ചവിട്ടുക, റൈറ്റ് കാല് തിരികെ കൊണ്ടുവരിക. ഇങ്ങനെയാണ് 1 2 3. അപ്പൊ കൈകൾ എന്ത് ചെയ്യണം? ആദ്യം രണ്ട് കൈകളും ഇങ്ങനെ നന്നായിട്ട് വിടർത്തി പിടിച്ച് താഴെ കൊണ്ടുവരിക, പിന്നെ മുകളിലേക്ക് കൊണ്ടുവരിക. ഇങ്ങനെയാണ് 1 2 3 ഇങ്ങനെ വരും. എന്നിട്ട് അതിനുശേഷം നമ്മൾ റൈറ്റ് കാല് റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ നീട്ടി വയ്ക്കുക, മടമ്പിൽ കുത്തിട്ട് ഇങ്ങനെ നീട്ടി വയ്ക്കുക. എന്നിട്ട് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ റൈറ്റ് കാല് ഇങ്ങനെ തിരിച്ച് വിരലുകളിൽ കുത്തിയിട്ട് തിരിച്ചു വെക്കുക. അപ്പൊ നമ്മളെ ബോഡി ലെഫ്റ്റ് സൈഡിലേക്ക് ചരിയിട്ടുണ്ടാവും. ചെറുതായിട്ട് ലെഫ്റ്റ് കാല് മടക്കിയിട്ട് അതിലൊന്ന് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഇരുന്ന് കൊടുക്കുക. എങ്ങനെയാണ്? അരമടലത്തിൽ നിൽക്കുക, റൈറ്റ് കാല് റൈറ്റ് സൈഡിലോട്ട് നീട്ടി വെക്കുക, എന്നിട്ട് റൈറ്റ് കാല് തിരിച്ച്
ഇങ്ങനെ തിരിച്ച് വിരലുകളിൽ കുത്തിയിട്ട് വെക്കുക. അപ്പൊ നമ്മളെ ബോഡി തിരിഞ്ഞ് ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ നോക്കുക. അപ്പൊ ചെറുതായിട്ടൊന്ന് ഈ ഒരു കാല് ചെറുതായിട്ടൊന്ന് മടക്കി കൊടുക്കുക. അപ്പൊ അതിന്റെ കൈകൾ വരുന്നത് രണ്ട് കൈകളും ഇങ്ങനെ വിടർത്തി കൊടുക്കുക. രണ്ട് സൈഡിലേക്കായിട്ട് ഇങ്ങനെ പിടിക്കുക. പിന്നെ ഇങ്ങനെ ചെയ്യാം. നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് ചെരിയുമ്പോൾ കൈകൾ രണ്ടും ഇങ്ങനെ ചെയ്യുക. ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ പിടിച്ചെടുത്തുനിന്ന് ഇങ്ങനെ തിരിച്ചു പിടിക്കുക. ഇങ്ങനെയല്ലേ ഉള്ളത്, അതിനെ തിരിച്ച് ഇങ്ങനെ പിടിക്കാം. ഓക്കെ. അപ്പൊ കാലുകളും ഒരുമിച്ച് എങ്ങനെയാന്ന് വെച്ചാല് 1 2 ഇങ്ങനെ വരും. ഇങ്ങനെയാണ് 1 2. ഒരുപാടങ്ങ് താഴ്ന്നു കൊടുക്കണമെന്നില്ല കേട്ടോ. ചെറുതായിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. ചെറുതായിട്ട് ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം. അല്ലാണ്ട് ഒരുപാടങ്ങ് കുഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ അത് ഒരുമിച്ചാണ് ചെയ്യേണ്ടത്. ഇങ്ങനെയാണ് 1 2 3 4 ഇങ്ങനെ ചെയ്യാം. അത് 2 തവണ ചെയ്യാനുണ്ട്. വീണ്ടും ആ സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്ത് 1 2 3 1 2 അങ്ങനെ 2 തവണ ആ സ്റ്റെപ്പ് ചെയ്യാനുണ്ട്. അപ്പൊ അതിന് ശേഷം വരുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റെപ്പാണ്. അപ്പൊ കാലുകൾ ചെയ്യുന്നത് 1 2 3 4 1 2 3 4 ആണ്. അതായത് ആദ്യം റൈറ്റ് കാല് ചവിട്ടി, പിന്നെ റൈറ്റ് കാല് തന്നെ കുറച്ച് അകലത്തിന് ചവിട്ടുക, പിന്നെ ലെഫ്റ്റ് കാലെടുത്ത് അതിന്റെ ബാക്കിൽ വിരലുകളിൽ കുത്തി വെക്കുക, പിന്നെ റൈറ്റ് കാല് വീണ്ടും ചവിട്ടുക, പിന്നെ ലെഫ്റ്റ് കാല് ചവിട്ടുക, ലെഫ്റ്റ് കാല് കുറച്ച് അകത്തി ചവിട്ടുക, പിന്നെ റൈറ്റ് കാല് അതിന്റെ ബാക്കിലായിട്ട് വിരലുകളിൽ കുത്തി വെക്കുക, വീണ്ടും ലെഫ്റ്റ് കാല് ചവിട്ടുക. അപ്പൊ കൈകൾ ചെയ്യുന്നത് ആദ്യം നമ്മൾ റൈറ്റ് കൈ മുമ്പിലോട്ടേക്ക് നീട്ടി പിടിക്കുക, പിന്നെ സൈഡിലോട്ട് പിടിക്കുക, പിന്നെ തിരിച്ചു കൊണ്ടുവരിക, പിന്നെ ലെഫ്റ്റ് കൈ നീട്ടുക, സൈഡിലോട്ട് പിടിക്കുക, പിന്നെ തിരിച്ചു കൊണ്ടുവരിക. 1 2 3 4 1 2 3 4 ഇങ്ങനെ വരും ആ സ്റ്റെപ്പ്. അതിനുശേഷം വരുന്ന സ്റ്റെപ്പ് സിമ്പിൾ ആണ്. ജസ്റ്റ് 1 2 ഇങ്ങനെ ചെയ്താൽ മതി. കൈകള് രണ്ടും നെഞ്ചിന് നേരെ പിടിക്കും. ഒന്നിങ്ങനെ തിരിച്ചു കൊടുക്കുക, കയ്യെ ഇങ്ങനെ തിരിച്ചു കൊടുക്കുക. അപ്പൊ റൈറ്റ് കൈ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ റൈറ്റ് കാലെടുത്ത് ബാക്കിൽ വയ്ക്കുക, പിന്നെ ലെഫ്റ്റ് കൈ ചെയ്യുമ്പോൾ ലെഫ്റ്റ് കാലെടുത്ത് ബാക്കിൽ വയ്ക്കുക. 1 2 1 2 അതിനുശേഷം വരുന്നത് ഇങ്ങനെ ചെയ്യാം. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മള് റൈറ്റ് കാലെടുത്ത് കോർണറിലേക്ക് ഇങ്ങനെ വെക്കാം. ഓക്കെ. ഇങ്ങനെയാണ് 1 2 ചെറിയൊരു ചാട്ടം എന്ന് പറയാം. അതായത് ആദ്യം റൈറ്റ് കാലെടുത്ത് വെച്ചു, പിന്നെ ലെഫ്റ്റ് കാൽ ഇങ്ങനെ വിരലുകളിൽ കുത്തി വെച്ചു, പിന്നെ അതേപോലെ ലെഫ്റ്റ് സൈഡ് ചെയ്യാം. ലെഫ്റ്റ് കാലെടുത്ത് വെക്കുക, റൈറ്റ് കാല് വിരലുകളിൽ കുത്തിയിട്ട് ബാക്കിൽ ഇങ്ങനെ വെക്കാം. അപ്പൊ കൈ ചെയ്യേണ്ടത് കൈ രണ്ടും ഈ രണ്ട് കൈയിലും ഇങ്ങനെ ചെയ്യാം. ഈ മോതിര വിരൽ മാത്രം ഇങ്ങനെ മടക്കി പിടിക്കുക ആദ്യം, പിന്നെ നമ്മുടെ തള്ള വിരൽ കൊണ്ട് അതിനിങ്ങനെ പിടിക്കാം. എന്നിട്ട് ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെ ഇങ്ങനെ ചെയ്യാം. അതുപോലെ ലെഫ്റ്റ് സൈഡ് ചെയ്യുമ്പോഴും ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെ ഇങ്ങനെ ചെയ്യാം. 1 2 അപ്പൊ മ്യൂസിക് പോർഷൻസ് കഴിഞ്ഞു. അതിനുശേഷം വീണ്ടും ലൈൻസ് സ്റ്റാർട്ട് ചെയ്യാണ്. ലൈൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സഫലമീ ജീവിതം പ്രേമപൂർവം അങ്ങനെയാണ് വരുന്നത്. അപ്പൊ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നിൽക്കാം. രണ്ട് കൈയിലും ഇങ്ങനെ പിടിക്കുക, നെഞ്ചു നേരായിട്ട് പിടിക്കുക. എന്നിട്ട് നേരെ ചെയ്ത പോലെ ഇങ്ങനെ ചെയ്യാം. നമ്മൾ റൈറ്റ് കൈയിലേക്ക് നോക്കുക, എന്നിട്ട് ഇങ്ങനെ ചെയ്യാം. സഫലമീ ജീവിതം. ജീവിതം എന്ന് പറയുമ്പോൾ നമ്മൾ ലെഫ്റ്റ് കൈ നമ്മുടെ നെഞ്ചിയുടെ നേരെയായിട്ട് പിടിക്കുക, റൈറ്റ് കൈ ഇവിടെ പിടിക്കുക. എന്നിട്ട് ഇങ്ങനെ ചെയ്യാം. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്യാം, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചെയ്യാം. പ്രേമപൂർവം. പ്രേമപൂർവം എന്ന് പറയുമ്പോൾ നമ്മളെ രണ്ട് കൈയും ഇങ്ങനെ ചെയ്യാം. രണ്ട് കൈയിലും ഇങ്ങനെ വിടർത്തി പിടിച്ചിട്ട് ഇങ്ങനെ രണ്ട് കൈയും ഇങ്ങനെ ചേർത്ത് പിടിക്കാം. അപ്പൊ നമ്മൾ ലെഫ്റ്റ് കാലെടുത്ത് ബാക്കിലോട്ട് വെക്കുക, റൈറ്റ് കാല് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. അപ്പൊ രണ്ട് കൈയിലും ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ മുമ്പിലേക്ക് ഒന്ന് നോക്കുക, ബാക്കിലേക്ക് തിരിഞ്ഞ് മുമ്പിലേക്ക് ഒന്ന് നോക്കുക. പ്രേമപൂർവം കഴിഞ്ഞിട്ട് പിന്നെ പാർവതി ലോല നീ. പാർവതി ലോല നീ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ വെച്ച പോലെ തന്നെ കാലുകൾ വെക്കുക, കൈയില് ലെഫ്റ്റ് കൈ ഈ സൈഡിൽ ഇങ്ങനെ വെക്കുക, റൈറ്റ് കൈയില് ഇങ്ങനെ പിടിക്കുക. നമ്മുടെ രണ്ട് വിരലുകള് ഇങ്ങനെ ചേർത്ത് പിടിക്കുക. എന്നിട്ട് നമ്മുടെ തേർഡ് വിരല്, നമ്മുടെ മൂന്നാമത്തെ വിരല്
താഴേക്ക് ഇങ്ങനെ കൊണ്ടുവരിക. മൂന്നാമത്തെ വിരൽ താഴേക്ക് കൊണ്ടുവരിക. ബാക്കിയുള്ള 2 വിരലും ഇങ്ങനെ തന്നെ വെക്കാം. ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് പിടിക്കാം. ഇങ്ങനെയാണ്, ഇങ്ങനെ ചെയ്യാം. എന്നിട്ട് ഇവിടെ നെഞ്ചിന് നേരെയായിട്ട് ഇങ്ങനെ പിടിക്കാം. പാർവതി ലോലനിൻ കരുണയാലെ. കരുണയാലെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ 4 വിരലുകള് ഇങ്ങനെ പിടിക്കാം. നമ്മുടെ ഈ 3 വിരലിന്റെ നടുവിലായിട്ട് നമ്മുടെ ഈ തള്ളവിരല് ഇങ്ങനെ ചേർത്ത് നിർത്തുക. എന്നിട്ട് നമ്മുടെ ഈ ചെറുവിരലുണ്ടല്ലോ, ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഉയർത്തിപ്പിടിക്കുക. ചെറിയ രീതിയിൽ ഇങ്ങനെ ഉയർത്തിപ്പിടിക്കുക. അത് അകത്തി പിടിക്കുക. കരുണയാലെ എന്ന് പറയുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് കൈ മുന്നിലും റൈറ്റ് കൈ കുറച്ച് ബാക്കിലായിട്ട് പിടിക്കുക. കരുണയാലെ എന്ന് പറഞ്ഞിട്ട് ആദ്യം ഒന്ന് കൈയിലേക്ക് നോക്കുക, പിന്നെ ഒന്ന് മുന്നിലോട്ടേക്ക് നോക്കുക. പിന്നെ വീണ്ടും ആ ലൈൻസ് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. സഫലമീ ജീവിതം. അപ്പൊ അത് നമ്മൾ അത് തന്നെ ചെയ്യാം. എന്താണ് സഫലമീ ജീവിതം? ഇനി പ്രേമപൂർവം എന്ന് പറയുമ്പോൾ ഞാൻ എന്റെ മോളെ പിടിക്കുകയാണ് ചെയ്തത്. നമ്മൾ 2 പേരായിട്ടാണ് ചെയ്തത്. അപ്പൊ ജസ്റ്റ് അവളെ ഇങ്ങനെ പിടിച്ചു. ജസ്റ്റ് കൈ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ പിടിച്ചു. ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്ന ആൾ ചെയ്യുന്നത് ഈ ഒരു പോസാണ്. നേരത്തെ പിടിച്ചില്ലേ, അതുപോലെ ഇങ്ങനെ നിൽക്കുക. പാർവതി ലോലനിൻ എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്ന ആൾ ചെയ്യേണ്ടത് 1 2 3 1 2 3 എന്ന് ചെയ്യാം. ഇങ്ങനെ നേരത്തെ ചെയ്ത പോലെ തന്നെ 1 2 3 1 2 3. അപ്പൊ നമ്മൾ റൈറ്റ് സൈഡിൽ നിൽക്കുന്ന ആൾ ചെയ്യേണ്ടത് ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്ന ആളെ പിടിച്ചിട്ടല്ലേ ഉണ്ടാവുക. ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്ന ആളെ പിടിക്കുക. എന്നിട്ട് നമ്മുടെ റൈറ്റ് കൈ ഉണ്ടല്ലോ ഇവിടെ, നമ്മുടെ ഈ തുടയുടെ മുകളിലായിട്ട് ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് 1 2 3 1 2 3 ആ സെയിം സ്റ്റെപ്പ് തന്നെ ചെയ്യാം. അപ്പൊ നിങ്ങൾ ഇനി ഇത് സിംഗിൾ ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്താൽ മതി. സഫലമീ ജീവിതം പ്രേമപൂർവം എന്ന് പറഞ്ഞിട്ട് പിന്നെ പാർവതി ലോലനിൻ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യാം. പാർവതി ലോലനിൻ പിന്നെ കരുണയാലെ ആ ഒരു രീതിയിൽ തന്നെ ചെയ്യാം. നേരത്തെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നിൽക്കുകയാണ് ചെയ്തത്. അതിന് പകരം ജസ്റ്റ് ഈ ഒരു സ്റ്റെപ്പ് ചെയ്യാം. 2 പേരായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ആ വീഡിയോയിൽ ചെയ്യുന്ന പോലെ ചെയ്താൽ മതി. അപ്പൊ ഇതുവരെ പറഞ്ഞു പാർവതി ലോലനിൻ പിന്നെ കരുണയാലെ. അപ്പൊ നമ്മൾ 2 പേരായിട്ട് ചെയ്യുമ്പോൾ കരുണയാലെ കാണിക്കുമ്പോൾ നമ്മൾ ഈ ഒരു റൈറ്റ് സൈഡിൽ നിൽക്കുന്ന ആൾ മാത്രമേ അത് കാണിക്കണ്ടൂ. ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്ന ആള് ജസ്റ്റ് ഇങ്ങനെ നിന്നാൽ മതി. എന്നിട്ട് റൈറ്റ് സൈഡിൽ നിൽക്കുന്ന ആൾ മാത്രം ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്ന ആളെ നോക്കിയിട്ട് ഇങ്ങനെ ചെയ്യാം. കരുണയാലെ. പിന്നെ ഉള്ളതാണ് തിരുജടയ്ക്കുള്ളിൽ. നമ്മള് ബാക്കിലോട്ട് തിരിഞ്ഞിക്കുക. 2 കാലും കുറച്ചൊന്ന് അകത്തിയിട്ട് വെക്കുക. എന്നിട്ട് 2 കൈയിലും ഇങ്ങനെ വിടർത്തി പിടിക്കുക. എന്നിട്ട് ഇങ്ങനെ ചെയ്യുക. 2 കൈയും ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വിടർത്തി പിടിക്കുക. ഇങ്ങനെ ചെയ്യുക. ബാക്കിൽ തിരിഞ്ഞിട്ടാണ് ചെയ്യേണ്ടത്. ജസ്റ്റ് അരമണ്ഡലത്തിൽ ഇങ്ങനെ ഇരിക്കുക. കുറച്ച് കാലുകൾ അകത്തി വെച്ചിട്ടിരിക്കുക. എന്നിട്ട് ഇങ്ങനെ ചെയ്യാം. തിരുജടയ്ക്കുള്ളിൽ ഇളകി ഒഴുകുന്ന. ഇങ്ങനെയല്ലേ ഉണ്ടാവുക. അവിടുന്ന് ഇങ്ങനെ കാണിക്കുക. എന്നിട്ട് മുന്നിലേക്ക് തിരിഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കുക. തിരുജടയ്ക്കുള്ളിൽ ഇളകി ഒഴുകുന്ന. പിന്നെ ലോകദാത്രിയാം ശിവഗംഗ. ലോകദാത്രിയാം ശിവഗംഗ എന്ന് കാണിക്കുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ നിൽക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ നിൽക്കുക. ലെഫ്റ്റ് കൈയിൽ ഇങ്ങനെ പിടിക്കുക. നേരത്തെ പാർവതിയെ കാണിക്കുമ്പോൾ പിടിച്ചില്ലേ, അതുപോലെ പിടിക്കുക. ഗംഗാദേവിയെ കാണിക്കുക. ലെഫ്റ്റ് കൈ തലയുടെ മുകളിലായിട്ട് ഇങ്ങനെ പിടിക്കുക. റൈറ്റ് കൈയിൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒഴുകും പോലെ കാണിക്കുക. ലോകദാത്രിയാം ശിവഗംഗ. പിന്നെ ലയമുണർത്തുന്നു സ്വരമുണർത്തുന്നു ഇങ്ങനെ ചെയ്യാം. അതായത് നമ്മുടെ ലെഫ്റ്റ് കൈ തലയുടെ മുകളിൽ തന്നെ വെക്കുക. ജസ്റ്റ് ഇങ്ങനെ വെക്കുക. റൈറ്റ് കൈ ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ കാണിക്കുക. റൈറ്റ് സൈഡ് ചെയ്യുമ്പോൾ റൈറ്റ് കൈ താഴെയും ലെഫ്റ്റ് കൈ മുകളിലും. ലെഫ്റ്റ് സൈഡ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് കൈ താഴെ റൈറ്റ് കൈ മുകളിൽ. അപ്പൊ റൈറ്റ് സൈഡ് ചെയ്യുമ്പോൾ റൈറ്റ് കാൽ ഇങ്ങനെ എടുത്ത് വെക്കുക, ലെഫ്റ്റ് കാൽ ചേർത്ത് വെക്കുക. ലെഫ്റ്റ് സൈഡ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് കാൽ ഇങ്ങനെ എടുത്ത് വെക്കുക, റൈറ്റ് കാൽ എടുത്ത് ചേർത്ത് വെക്കുക. അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മൂവ് ചെയ്തിട്ട് ചെയ്യാം. അപ്പൊ അതിനുശേഷം വരുന്നതാണ് അതിൽ വരുന്നത് ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം, 1 2 ഇങ്ങനെ ചെയ്താൽ മതി. അതായത് നമ്മൾ ആദ്യം ലെഫ്റ്റ് കാലെടുത്ത് റൈറ്റ് കാലിന്റെ സൈഡിലായിട്ട് ഇങ്ങനെ വെക്കുക. അപ്പൊ എന്ത് ചെയ്യണം, ലെഫ്റ്റ് കൈ താഴെ റൈറ്റ് കൈ മുകളിൽ ഇങ്ങനെ വെക്കാം. ജസ്റ്റ് മുകളിലുള്ള കൈയും ഇങ്ങനെ വെച്ചാൽ മതി. സൈഡിലോട്ട് ഇങ്ങനെ വെക്കുക. അതിനുശേഷം നമ്മൾ ലെഫ്റ്റ് കാല് താഴെ വെക്കുക, റൈറ്റ് കാലെടുത്ത് ലെഫ്റ്റ് കാലിന്റെ സൈഡിലായിട്ട് വെക്കുക. എന്നിട്ട് ലെഫ്റ്റ് കൈ മുകളിൽ റൈറ്റ് കൈ താഴെ ഇങ്ങനെ വെക്കുക.
ഇങ്ങനെ വെക്കാം. ഓക്കെ, അപ്പൊ ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞതിന് ശേഷം വരുന്നതാണ് നമ്മൾ അരമണ്ഡലത്തിൽ ഇരിക്കുക. 1 2 3 4 ഇങ്ങനെ ചെയ്യാം. ഇങ്ങനെയാണ്. കാലുകൾ നേരത്തെ കളിച്ചില്ലേ, അപ്പാണ് 1 2 3 4 ഈ ഒരു സ്റ്റെപ്പ് ചെയ്തില്ല നേരത്തെ, ആ സെയിം സ്റ്റെപ്പ് തന്നെയാണ്. കൈകൾ വരുന്നത്, കൈകൾ രണ്ടും നെഞ്ചിന് നേരെ ഇങ്ങനെ പിടിക്കുക, എന്നിട്ട് നേരെ മുകളിലേക്ക് ഉയർത്തുക. മുകളിലേക്ക് ഉയർത്തുമ്പോൾ കൈകൾ ഇങ്ങനെ പിടിക്കുക, എന്നിട്ട് പിന്നെ സൈഡിലേക്ക് ഉയർത്തുക. അപ്പൊ നമ്മൾ റൈറ്റ് കൈകളിലേക്കാണ് നോക്കേണ്ടത്. കൈകൾ രണ്ടും സൈഡിലേക്കായിട്ട് ഇങ്ങനെ പിടിക്കുക, പിന്നെ നേരെ താഴെ കൊണ്ടുപോവുക, പിന്നെ തിരികെ നെഞ്ചിന് നേരെ കൊണ്ടുവരിക. ഇതാണ് 1 2 3 4 ഇങ്ങനെ വരും. ശേഷം സ്റ്റെപ്പാണ് ശിവദം അമൃതം. അപ്പൊ ശിവദം എന്ന് കാണിക്കുമ്പോൾ നമ്മൾ രണ്ട് കൈയും രണ്ട് സൈഡിലേക്കായിട്ട് ജസ്റ്റ് ഇങ്ങനെ വെക്കാം. രണ്ട് സൈഡിലേക്കായിട്ട് ഇങ്ങനെ വെക്കാം. അപ്പൊ കാലുകൾ നമ്മൾ നേരത്തെ ഉയർത്തിയ പോലെ ഇങ്ങനെ ഉയർത്തി കൊടുക്കുക. ശിവദം. പിന്നെ കാലുകൾ താഴ്ത്തി വെക്കുക, കൈകൾ രണ്ടും ചെവിയുടെ നേരെയായിട്ട് പിടിക്കാം. എന്നിട്ട് നമ്മുടെ റൈറ്റ് കാല് ബാക്കിലോട്ട് ഇങ്ങനെ നീട്ടി വെക്കാം. അപ്പൊ കൈകളിൽ പിടിക്കേണ്ടത് നമ്മുടെ നമ്മുടെ റൈറ്റ് കൈയില് ഇങ്ങനെ പിടിക്കാം. ഈ 3 വിരലുകള് ഇങ്ങനെ പിടിക്കുക, 2 വിരലുകൾ ഇങ്ങനെ ഉയർത്തി പിടിക്കുക. എന്നിട്ട് നമ്മുടെ ലെഫ്റ്റ് കൈയിൽ പിടിക്കേണ്ടത് നമ്മുടെ ഈ മോതിര വിരലുണ്ടല്ലോ, അതിങ്ങനെ മടക്കി പിടിക്കുക. എന്നിട്ട് 2 കൈയും ചെവിയുടെ 2 സൈഡിലായിട്ട് പിടിക്കുക. എന്നിട്ട് നമ്മൾ റൈറ്റ് കൈയിലേക്ക് നോക്കുക. അപ്പൊ റൈറ്റ് കാലെടുത്ത് ബാക്കിലേക്ക് വെക്കുക. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ബാക്കിലോട്ട് ഇങ്ങനെ കറങ്ങുക. ബാക്കിലോട്ട് കറങ്ങിയിട്ട് കൈകൾ ഇങ്ങനെ പിടിക്കുക. ബാക്കിലോട്ട് കറങ്ങുമ്പോൾ കൈയില് നമ്മുടെ റൈറ്റ് കൈയില് ഡമരു നേരത്തെ പിടിച്ചില്ലേ, അത് പിടിക്കുക. ലെഫ്റ്റ് കൈയില് ഇത് പിടിക്കുക. ഇങ്ങനെ വിടർത്തി പിടിക്കുക, അളപത്മം പിടിക്കുക. എന്നിട്ട് കാലുകൾ ഇങ്ങനെ വെച്ചാൽ മതി. ലെഫ്റ്റ് കാലിനോട് റൈറ്റ് കാലിൽ ചേർത്തിട്ട് ഇങ്ങനെ വെച്ചാൽ മതി. എങ്ങനെയാണ്? ശിവദം അമൃതം നടന ധീരന ഇങ്ങനെ പിടിക്കുക. പിന്നെ നമ്മള് ബാക്കിലോട്ടേക്ക്, അതായത് മുമ്പിലോട്ടേക്ക് കറങ്ങാം. തില്ല ഇങ്ങനെ ഇരിക്കുക, ഈ ഒരു പോസിൽ ഇരിക്കുക. അപ്പൊ കറങ്ങുന്നത് ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. നമ്മള് കാല് ഇങ്ങനെയല്ലേ വെച്ചിട്ടുള്ളത്, ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കറങ്ങി കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ വെക്കുക. എന്നിട്ട് അവിടുന്ന് മുന്നിലോട്ടേക്ക് കറങ്ങുമ്പോൾ നമ്മള് നമ്മുടെ റൈറ്റ് കാലെടുത്ത് ബാക്കിൽ വെക്കുക. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കറങ്ങുക. എന്നിട്ട് ഇങ്ങനെ നിൽക്കുക. അത് മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്തൊന്ന് കണ്ടു നോക്കണം, അപ്പൊ മനസ്സിലാവും. പിന്നെ വീണ്ടും ആ ലൈൻസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ശിവദം ശിവനാമം. അതിന് നമ്മൾ ചെയ്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മള് ലാസ്റ്റ് ഒരു ഇങ്ങനെയല്ലേ നിന്നത്, അപ്പൊ അവിടുന്ന് ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് 1 2 3 4 5 6 7 8 ഇങ്ങനെ ചെയ്യാം. അതായത് കൈകൾ ഇങ്ങനെ തന്നെ വെക്കുക, കാലുകള് 1 2 3 4 5 6 ഇങ്ങനെ. കൈകൾ ആദ്യം ചെയ്യുമ്പോൾ ശിവദം ശിവനാമം, അതിന് രണ്ടിനും ഈ ഒരു കൈ തന്നെ പിടിക്കുക. ശ്രീ പാർവതീശ്വര നാമം എന്ന് പറയുമ്പോൾ ഈ ഒരു കൈ മാത്രം പിടിക്കുക. ശിവദം ശിവനാമം ശ്രീ പാർവതീശ്വര നാമം ഇങ്ങനെ ചെയ്യാം. വീണ്ടും ആ ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ശിവദം ശിവനാമം ശ്രീ പാർവതീശ്വര നാമം. അത് നമ്മൾ ആദ്യം ചെയ്തില്ലേ, ആ ഒരു സ്റ്റെപ്പ് തന്നെ ചെയ്യാം. ഇങ്ങനെയാണ് ശിവദം ശിവനാമം ശ്രീ പാർവതീശ്വര നാമം, ഈ ഒരു സ്റ്റെപ്പ് ചെയ്യാം. പിന്നെന്താണ്? ശുഭദം. നേരത്തെ ചെയ്ത പോലെ ചെയ്യാൻ നമുക്ക് ഇവിടെ സമയമില്ല, കാരണം ഇവിടുത്തെ ശുഭദം കുറച്ച് സ്പീഡിലാണ് കൊണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്തില്ലേ, ഈ ഒരു സ്റ്റെപ്പ് ചെയ്തില്ലേ, 1 2 3 4 ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുക. എന്നിട്ട് കൈകൾ എന്ത് ചെയ്യുക, 2 കൈയിലും ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ കൊണ്ടുവരിക, മുകളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ കൊണ്ടുവരിക. നമ്മുടെ ലെഫ്റ്റ് കൈ ഇങ്ങനെ ഇരിക്കുക. അങ്ങനെയാണ് ശുഭദം ഇങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പൊ ആ കാലുകൾ നമ്മള് എന്താ പറയാ, കഴിഞ്ഞ പ്രാവശ്യത്തെ സ്റ്റെപ്പിന് പഠിച്ച പിന്നെ നമ്മൾ എക്സ്പേർട്ട് ആവും. പിന്നെ നമുക്ക് ഈ ഒരു സ്റ്റെപ്പിനെ കളിക്കുന്നതിന് വല്ല ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അപ്പൊ ശുഭദം ശിവചരിതം നേരത്തെ ചെയ്ത പോലെ ഇങ്ങനെ കാണിക്കാൻ ഇവിടെ സമയമില്ല, സ്പീഡിലാണ് പോകുന്നത്. അപ്പൊ ജസ്റ്റ് ഇങ്ങനെ മാത്രം കാണിക്കാം. ശിവചരിതം. പിന്നെ പാപഹരം അതുപോലെ തന്നെ പാപഹരം. പിന്നെ നന്ദി മൃദംഗ വിനാദതരം, ഇത് കൈലാസേശ്വര നാമം അതുപോലെ തന്നെ ചെയ്യാം. പിന്നെ വീണ്ടും
ആ നേരത്തെ കളിച്ച സ്റ്റെപ്പ് ഇല്ലേ, ആ ഒരു സ്റ്റെപ്പ് ചെയ്യുക, നേരത്തെ കളിച്ച പോലെ തന്നെ ചെയ്യാം. ശിവദം ശിവനാമം ശ്രീ പാർവതീശ്വരനാമം, ശിവദം ശിവനാമം ശ്രീ പാർവതീശ്വര നാമം. അപ്പൊ രണ്ടുപേരായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്ത പോലെ ചെയ്യാം. ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്ന ആളെ ഇങ്ങനെ പിടിക്കുക, എന്നിട്ട് റൈറ്റ് സൈഡിൽ നിൽക്കുന്ന ആള് കൈകൾ ഇങ്ങനെ കൊണ്ടുവന്ന് നമ്മുടെ ഈ റൈറ്റ് കാല് ഉയർത്തുക. അപ്പൊ ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്ന ആള് ഇങ്ങനെ പിടിക്കുക, പാർവതിയുടെ ആ ഒരു പോസിൽ ഇങ്ങനെ നിൽക്കുക. അങ്ങനെ ചെയ്യാം. ഇനി നിങ്ങൾ സിംഗിൾ ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അതുപോലെ തന്നെ ചെയ്താൽ മതി. ശിവദം ശിവനാമം ശ്രീ പാർവതീശ്വര നാമം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ. അതായത് നമ്മൾ രണ്ടുപേരായിട്ട് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്ന ആളെ പിടിച്ചിട്ട് റൈറ്റ് കാലാണ് ഉയർത്തിയത്. പക്ഷെ നിങ്ങൾ സിംഗിൾ ആയിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്തില്ലേ, ആദ്യം നിന്ന പോസ്റ്റ് തന്നെയാണ് നിൽക്കേണ്ടത്. ജസ്റ്റ് ലെഫ്റ്റ് കാല് റൈറ്റ് സൈഡിലേക്കാണ് ഇങ്ങനെ ഉയർത്തിപ്പിടിക്കേണ്ടത്. അപ്പൊ അങ്ങനെ ചെയ്യാം. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കാന്. എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ടാറ്റാ.